ഇന്നലെ ഫ്ലഡ് അടിച്ചു പോയ വഴി ശരിയാക്കിയതിനു ശേഷം അപ്പുറത്തെ സൈഡിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മാത്രമല്ല ഇനി അങ്ങോട്ട് 3-4 പ്ലേസിൽ ഇതേ അവസ്ഥയാണ്. ഈ കാണുന്നതാണ് നാച്ചുറൽ ഫ്രിഡ്ജ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള വില്ലേജിൽ നിന്ന് നെയ്റോസ്റ്റ് കിട്ടി. വെൽക്കം ടു ഡേ 13 ഓഫ് കേരള ടു ലഡാക്ക് സോളോ റൈഡ്. ഇതായിരുന്നു ബോർഡറിൽ കിട്ടിയ ഹോം സ്റ്റേ. ഈ ഒരു വില്ലേജിന്റെ ചുറ്റും മലകളാണ്. ഇതുവരെ വഴി റെഡി ആയിട്ടില്ല. നേരെ ചായം കുടിച്ചിട്ട് വീണ്ടും ആ ഒരു വ്യൂ പോയിന്റിന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തപ്പോൾ മനസ്സിലായി വലിയ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ നേരെ റൂമിലേക്ക് പോയി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടീന്റെ മുകളിൽ ലോഡ് ചെയ്ത് വെച്ചു. എപ്പോഴും രാത്രി ചെയിൻ ലൂബ് അടിച്ചു വെക്കണം എന്ന് വിചാരിക്കും, പക്ഷെ മറന്നുപോകും. ഇതാണ് ഈ ഒരു വില്ലേജിന്റെ സ്റ്റോറി. ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു. ഈ ഒരു വില്ലേജിന്റെ താഴെയായിട്ടാണ് ലൈൻ ഓഫ് കൺട്രോൾ വരുന്നത്. അധികം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പട്ടാൾക്കാരുടെ അടുത്ത് നിന്ന് തെറിയേക്കെന്ന് പറഞ്ഞു. ഇതാണ് ആപ്രിക്കോട്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു നട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബദാമും കിട്ടും. അതും നമുക്ക് കഴിക്കാം. ഫാമേഴ്സിനെ കണ്ടപ്പോൾ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി. ഇതാണ് ഇവിടെയുള്ള കഴുത. പണ്ട് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോക്കൽ ഫ്രിഡ്ജ് ആണിത്. ഇവിടെ ആപ്പിളും ഫാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുള്ളി ആയിട്ടില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മുകളിലേക്കായിട്ട് മൾബറി കണ്ടു. അത് പറിക്കാൻ വേണ്ടി കയറാണ്. ഇങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക രസമാണ്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ആപ്പിൾ മാത്രം കുറച്ചെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ബോർഡർ ആയതുകൊണ്ട് പേടി കൊണ്ട് അധികാരം ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല എന്ന് തോന്നി, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെയുള്ള ആൾക്കാരും ഫ്രണ്ട്ലിയാണ്. ഈ ഒരു ചേട്ടനാണ് എനിക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കി തന്നത്. ഇവിടെ ഹോം സ്റ്റേയും ഫുഡും സെറ്റ് ആക്കാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. പോകുന്നതിന് മുന്നേ ക്യാഷ് എത്രയാണ്, ഫുഡ് ഇൻക്ലൂഡഡ് ആണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇന്നലെ നിന്ന പിള്ളേരുടെ വണ്ടിന്റെ ചെയിൻ ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ടൂൾസ് എടുത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചെയിൻ ലൂബും. അങ്ങനെ ഏകദേശം ഉച്ച ടൈം ആയ സമയത്ത് റോഡ് ക്ലിയർ ആയിരുന്ന ന്യൂസ് കേട്ടു. നേരെ അങ്ങോട്ട് പോവാണ്. ഫ്ലഡ് നടന്ന സ്ഥലത്തെത്തി. ഫുള്ളി ക്ലിയർ ആയിട്ടില്ല, കുറച്ചുകൂടി സമയം എടുക്കും. ഓൾമോസ്റ്റ് ക്ലിയർ ആയപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി എടുത്ത് ഇറങ്ങിക്കോളാം. അങ്ങനെ ആ ഒരു വില്ലേജിൽ നിന്ന് കഴിച്ചില്ലേ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് വേഗം വിട്ടു. അപ്പോഴാണ് മനസ്സിലായത് അവിടെ നടന്നത് ചെറിയ ഫ്ലഡ് ആയിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന്. ആംബുലൻസ് മുന്നേ പോയപ്പോൾ അതിന് ഒരു സൈഡിലുള്ള ടയർ ഫോളോ ചെയ്ത് ഞാൻ ബാക്കിൽ പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന റോഡിന്റെ ഒരു ഭാഗം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെയുള്ള റോഡേ കാണാനില്ല. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള റോഡ് കിട്ടാൻ തുടങ്ങി. ഡിസ്കിറ്റിലുള്ള പെട്രോൾ പമ്പിലെത്തി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഈ ഒരു വാട്ടർ ക്രോസിംഗ് നമ്മൾ ഇന്നലെ ക്രോസ് ചെയ്തതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫ്ലഡ് ആയത് കാരണം നമ്മൾ അങ്ങോട്ട് വിട്ടില്ല. റിട്ടേൺ വരുമ്പോൾ ഹോട്ട് സ്പ്രിംഗ് കയറാന്നായിരുന്നു വിചാരിച്ചത്. എന്തായാലും ഇപ്പം നേരെ ഹോട്ട് സ്പ്രിംഗിലേക്ക് തന്നെ പോകാം. അവിടേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ കാണുന്ന ഓഫ് റോഡ് പോലത്തെ വഴി കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ കാണുന്നതാണ് ഹോട്ട് സ്പ്രിംഗ്. എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. എന്നിട്ട് നേരെ പാങ്ങോങ് ലേക്കിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ നോർമൽ റൂട്ട് ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ബ്ലോക്ക് ആയിരുന്നു. ഇങ്ങനെ വട്ടം കറങ്ങി ഏകദേശം നല്ല ലേറ്റ് ആയി. വീണ്ടും തിരിച്ച് ഡിസ്കിറ്റിലെത്തി. ഇതിലേ തന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ റൂട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരെ പാങ്ങോങ് ലേക്കിലേക്ക് വെച്ച് പിടിച്ചു. ഈ റൂട്ടിൽ ഒരു 2-3 കിലോമീറ്റർ നല്ല ഹാർഷ് ആയിട്ടുള്ള ഓഫ് റോഡ് ഉണ്ട്. ഏകദേശം ഇരുടായപ്പോൾ ഒരു സ്റ്റേ കണ്ടു. നേരെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റൂം എടുത്തു.